മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 3 മലയാളികൾ മരിച്ചു. ഭാര്യയും ഭർത്താവും 6 വയസ്സുള്ള മകളും അടങ്ങുന്ന ഒരു കുടുംബമാണ് മരിച്ചത്. രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ദീപാവലി ആഘോഷങ്ങൾക്കിടെയാണ് വാശിയിലെ MG കോംപ്ലക്സിൽ അർദ്ധരാത്രിയോടെ തീപിടുത്തമുണ്ടായത്. 10ാം നിലയിൽ നിന്ന് കത്തിത്തുടങ്ങിയ തീ 11-12 നിലകളിലേക്ക് പടർന്നു. തിരുവനന്തപുരം സ്വദേശിയായ പൂജ രാജൻ കുടുംബസമേതം 12ാം നിലയിലായിരുന്നു താമസം. പൂജ, ഭർത്താവ് സുന്ദർ ബാലകൃഷ്ണൻ, മകൾ 6 വയസ്സുകാരി വേദിക എന്നിവരാണ് മരിച്ചത്. വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ ചിറയൻകീഴ് പണ്ടകശാല സ്വദേശികളാണ്. കിടന്നുറങ്ങിയതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ AC ഷോർട്ട് സർക്യൂട്ടായി എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ ഒരു ഗുജറാത്തി സ്ത്രീയിലായിരുന്നു, വയസ്സായവർ. അത് 4 പേരും മരിച്ചു. 12ാമത്തെ നിലയിൽ AC ബസ്റ്റായിട്ട് അവിടുന്ന് തീപിടിച്ചതാണ്. ഇവർക്ക് 3 പേർക്ക് മാത്രം വെളിയിൽ ഇറങ്ങാൻ പറ്റിയില്ല. ബാക്കിയുള്ള 2 ഫ്ലാറ്റിൽ നിന്ന് ആൾക്കാരെല്ലാം പുറത്തിറങ്ങി. പിന്നെ ഒരു വയസ്സായ സ്ത്രീ ആയിരുന്നു വീൽ ചെയറിലുണ്ടായിരുന്നു, അവർക്കും ഇറങ്ങാൻ പറ്റിയില്ല. ശ്വാസം മുട്ടിയിട്ടാണ് ഇവർ ഈ കൊച്ചും ഒരു ഹസ്ബൻഡ് വൈഫും ഇതായത്. തുർബയിലെ ശ്മശാനത്തിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. കമല ജെയിൻ എന്ന 84-കാരിയും തീപിടുത്തത്തിൽ മരിച്ചു. ഇവർ കിടപ്പ് രോഗിയായിരുന്നു. 10 പേർ പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ഷോർട്ട് സർക്യൂട്ട് കാരണം അപകടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. നവി മുംബൈയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകളെത്തിയാണ് തീയണച്ചത്. 24 മുംബൈ. എന്തായാലും ഇത് ഷൂട്ട് ചെയ്യാൻ പോയ നമ്മുടെ സംഘം പറയുന്നത് അവിടെ പൊട്ടാത്ത ചില പടക്കങ്ങളൊക്കെ കണ്ടു എന്നാണ്. ഇത്രയും തീപിടുത്തം ഉണ്ടായിട്ടും പടക്കങ്ങൾ അങ്ങനെ കത്താതെ ഇരുന്നു, പൊട്ടാതെ ഇരുന്നു എന്നുള്ളതും വല്ലാത്തൊരു അവസ്ഥയാണ്. എന്തായാലും പോലീസ് അന്വേഷണം നടത്തട്ടെ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.